ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്മന്തിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്മന്തിപ്പൂവിൽ ആമി രേവതിയും കൂടി കിടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആമി രേവതിയും കൂടി ഇങ്ങനെ സംസാരിച്ചിട്ട് കിടക്കാറായി ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് മെഡിസിൻ കിട്ടിയിട്ടില്ല, മെഡിസിൻ എടുത്തു തരട്ടെ, എന്നിട്ട് കിടക്കാൻ ഞാൻ എടുത്തു തരാൻ പറയുമ്പോൾ വേണ്ട, സച്ചേട്ടൻ വരും എന്ന് പറയുന്നുണ്ട് രേവതി. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമിക്ക് ഇന്ന് നല്ല ക്ഷീണം ഉണ്ടാവില്ലേ, കുറേ ദൂരം യാത്ര ചെയ്തല്ലോ, ഇന്ന് നല്ല ക്ഷീണമുണ്ട്, ഒരുപാട് സ്ഥലത്തൊക്കെ കറങ്ങി എങ്ങനെയുണ്ട്, ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടമായോ? നാടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി രേവതി, പക്ഷേ ഞങ്ങളുടെ നാടിൻ്റെ അത്ര വരില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായി, എനിക്കിഷ്ടമായി, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു എന്നൊക്കെ പറയും. എൻജോയ് ചെയ്തു, സച്ചി എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി എന്നൊക്കെ പറയും. അതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് രേവതി പറയും, ആമിക്ക് സച്ചേട്ടനായിട്ട് ഭയങ്കര അടുപ്പുണ്ടല്ലേ, ആമി ഇന്നിപ്പോൾ നേരത്തെ കിടക്കുമോ ക്ഷീണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ സംസാരിച്ച ടോപ്പിക്ക് സംസാരിച്ച സമയത്താണല്ലോ ആമി ഉറങ്ങിയത്. അപ്പം ആമി ഉറങ്ങിയില്ല എന്ന് വെച്ചിട്ട് ഞാൻ കുറേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷേ ആമി അതൊന്നും കേട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ആമി, ഞാൻ ചോദിക്കട്ടെ? കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സംഭവം, സച്ചേട്ടൻ്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം എന്താണെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ഞാൻ സച്ചേട്ടൻ്റെ ഭാര്യയല്ലേ, സച്ചേട്ടൻ എൻ്റെ അടുത്തുനിന്ന് ഒന്നും ഒളിച്ചിട്ടില്ല. ഈ ഒരു കാര്യം മാത്രം എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്. അത് കുറേ പേർക്കറിയാം, കുറേ പേർക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അത് എന്നിൽ നിന്ന് മറച്ചു പിടിച്ചേക്കണമെന്ന് എനിക്കറിയില്ല. ഇത് ആമി എന്നോടൊന്ന് പറയുമോ? എനിക്കൊരു സമാധാനത്തിന്. ഞാൻ ഇതിൻ്റെ പേരിൽ ഒരാളോട് സംസാരിക്കാനും ഒന്നിനും വരില്ല. ഒന്ന് ആമി എന്നോട് പറയും, ഞാൻ നിൻ്റെ മനസ്സിൽ എന്നെ ഒളിപ്പിച്ചോളാം. അപ്പോൾ ആമി പറയും, രേവതി നിനക്കതൊരിക്കലും മനസ്സിൽ ഒളിപ്പിക്കാൻ പറ്റില്ല, കാരണം നീ സച്ചിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഭാര്യ. അപ്പോൾ എന്തായാലും വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ഇത് മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല രേവതി. അത്രയും സച്ചിയുടെ ജീവിതം മാറ്റിമറിച്ചൊരു സംഭവമാണത്. സച്ചിയുടെ കളിക്കൂട്ടുകാരിയാണ് ഞാൻ. എനിക്ക് പോലും എന്താ പറയുക, ഒരു സംഭവം മനസ്സിൽ നൽകുന്ന ഒരു വലിയ ഷോക്കാണ് രേവതി. ഞാൻ എങ്ങനെയത് നിന്നോട് പറയുക? എനിക്കത് പറയാൻ പറ്റുമോ? പക്ഷേ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയാതിരിക്കുക? അപ്പോൾ പറയാം, ആമി എന്നോട് ഇത്തിരെങ്കിലും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആമി എന്നോടത് പറയണം. ശരി, ഞാൻ പറയാം. അന്നൊരു ദിവസം പറയുമ്പോൾ ആമി വിളിക്കും. പെട്ടെന്ന് സച്ചി വന്നിട്ട് സച്ചി ഒന്ന് വിളിക്കുമ്പോൾ ആമി ഞെട്ടി നോക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുക, എന്താ സച്ചിയേട്ട ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിളിക്കണ പോലെ, എന്താ സച്ചിയേട്ട ചോദിക്കുക. ആമി അപ്പോൾ അത് പറയാൻ തുടങ്ങുമ്പോഴാണ് സച്ചി വന്ന് വിളിക്കണത്. അപ്പോൾ സച്ചിയെ ഒന്നുമില്ല, നീ മരുന്ന് കഴിച്ചോ, നിങ്ങൾ ഉറങ്ങിയാൽ നോക്കാൻ വന്നത്, നീ മരുന്ന് കഴിച്ചോ? അപ്പോൾ ഇല്ല പറയുന്നത്, ഞാൻ മരുന്ന് എടുത്തു തരാം. വന്നിട്ട് സച്ചി ഒന്നും മിണ്ടാതെ വന്നിട്ട് മരുന്നെടുത്തിട്ട് രേവതിക്ക് കൊടുക്കണം. എന്നിട്ട് ആമിയെ ക്രൂരമായിട്ട് നോക്കുകയാണ്. നോക്കുമ്പോൾ ആമി ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സച്ചി വന്നിട്ട് എന്താ പറയുക, മരുന്നെടുത്തിട്ട് രേവതിക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കും. മരുന്ന് കഴിക്കാൻ വേണ്ടി എടുത്ത് കൊടുത്തിട്ട് രേവതിക്ക് മരുന്ന് കൊടുക്കും. മരുന്ന് കഴിക്കും. നിങ്ങൾക്ക് കിടക്കാറായില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, കിടക്കാൻ പോകുന്ന സച്ചിയേട്ടാന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന സമയത്ത് രേവതിക്ക് ഇപ്പോൾ ഈ വിവരം അറിയാൻ കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്താണെന്ന് മനസ്സിലാവുമ്പോൾ സച്ചി വന്നല്ലോ, സച്ചി അത് വിളിച്ചത് അവൾ പറയാതിരിക്കാനാണെന്ന് മനസ്സിലായി. അപ്പോൾ ആമി പിന്നെ അത് ആമിയോട് പറയും, സച്ചി രേവതി കണ്ടാൽ നിന്നോട് ഞാൻ പറയരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് നീ അത് പറഞ്ഞത്, ദയവ് ഇത് പറയരുതെന്ന് സച്ചി ആക്ഷനിൽ കൂടെ ആമിയോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ആമി ഒന്നും മിണ്ടണില്ല. അത് കഴിഞ്ഞിട്ട് സച്ചി അങ്ങനെ മരുന്നൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആമിയോട് പറയും, എനിക്ക് രാത്രിയായി കഴിഞ്ഞാൽ ഒരു പതിവുണ്ട് ആമി പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ സച്ചി മെല്ലെ പോയി, ആദ്യം കുറച്ച് നാണത്തോടു കൂടി നിൽക്കും, പിന്നെ മെല്ലെ പോയി രേവതിയുടെ കാല് പിടിച്ചിട്ട് കാലൊന്ന് ഒഴിഞ്ഞിട്ട് രേവതിയുടെ കാലിന് ഒരു ഉമ്മയൊക്കെ കൊടുക്കും. അത് കാണുമ്പോൾ ആമിക്ക് സന്തോഷമാണ്. അപ്പോൾ ആമി ചോദിക്കും, ഇത് പെയിൻ കില്ലറാണല്ലേ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും സച്ചി. അപ്പോൾ സച്ചിക്ക് രേവതിയോടുള്ള മനസ്സ് തുളുമ്പുന്ന സ്നേഹമാണ് അവിടെ കാണുന്നത്. അങ്ങനെ രേവതിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് സച്ചി പറയും, ഇനി നിങ്ങൾ കിടന്നോ, ഞാൻ പോകുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി രേവതിയോട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോകാൻ തുടങ്ങണം. സച്ചി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ രേവതിയുടെ മനസ്സിൽ സച്ചി പോയി കഴിഞ്ഞാൽ വിവരം അറിയാം എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് രേവതി ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ സച്ചി അവിടെ നിന്ന് റൂം വിട്ടിട്ട് പോകാൻ തുടങ്ങുകയാണ്. യാത്രയൊക്കെ പറഞ്ഞാൽ റൂം വിട്ട് പോകാൻ തുടങ്ങി. പുറത്തേക്ക് കടന്ന് സച്ചി പോയി കഴിഞ്ഞിട്ട് രേവതി പറയും, ആമി വാതിലടയ്ക്കാൻ പോകുമ്പോൾ സച്ചിയുടെ നോട്ടം നോക്കിയിട്ടാണ് പോണത്. അത് കഴിഞ്ഞിട്ട് സച്ചി പോയി കഴിഞ്ഞാൽ ആമി വാതിലടയ്ക്കുമ്പോൾ രേവതി പറയും, ആമി സച്ചിയേട്ടൻ പോയില്ലെങ്കിൽ ആ വിവരം എന്നോട് പറയാമെന്ന് പറയും. അപ്പോൾ ആമി പറയും, രേവതി എനിക്ക് നല്ല ക്ഷീണം, ഞാൻ ബാത്റൂമിൽ പോയി ഫ്രഷായിട്ട് കിടക്കട്ടെ എന്നിട്ട് രേവതിയോട് പറഞ്ഞിട്ട് ആമി അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് കിടക്കും. പിന്നെ പറയില്ല. അപ്പോൾ രേവതിക്ക് മനസ്സിലാവും ആമി മനഃപൂർവ്വം പറയാതെ നിന്നെ കൊണ്ട് തന്നെ നീ ഇത് എന്നോട് പറയും ആമി എന്നങ്ങനെ രേവതി വിചാരിക്കണം. ഈ സമയത്ത് രവീന്ദ്രൻ താഴത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് സച്ചി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അച്ഛൻ അങ്ങനെ ആലോചിച്ചിരിക്കണം ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും,
ഒന്നുമില്ല മോനെ, വെറുതെ ആലോചിച്ചിട്ടൊന്ന് സച്ചി പറഞ്ഞ് ആമിയ കാര്യം പറയാൻ വേണ്ടി തുടങ്ങുക എന്ന് രേവതിയോട് ഞാൻ ചെന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ആമിയുടെ അടുത്ത് നിന്ന് എന്തായാലും രേവതിയെ സത്യം ചകഞ്ഞെടുക്കുന്ന ഉറപ്പാണ് അച്ഛാ. എനിക്ക് പേടിയാവുന്നുണ്ട്. ആമി അത് പറയുമോ രേവതിയോട്? ആമിക്ക് എല്ലാ കാര്യങ്ങളും അറിയണതല്ലേ. എന്നിട്ട് അവൾ അതിന് നിൽക്കോ സച്ചി ചോദിക്കാൻ രവീന്ദ്രൻ. എനിക്കറിയില്ല അച്ഛാ, ആമിയുടെ മനസ്സിലത് നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നണത് എന്നൊക്കെ പറയും. അപ്പോൾ രവീന്ദ്രൻ പറയാം, എത്രയും പെട്ടെന്ന് ആമിയെ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വിഷമമുണ്ട്, പക്ഷേ അവളിവിടെ നിർത്തി ശരിയാവില്ല പറയുമ്പോൾ സച്ചി ചോദിക്കുക എന്താ അച്ഛൻ ചോദിക്കുമ്പോൾ പറയും, ആമിയെ രഹസ്യം പറയണോണ്ട് മാത്രമല്ല, എനിക്ക് ആമിയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി മോനെ. പക്ഷേ ആമിയെ രഹസ്യം പറയണോണ്ട് മാത്രമല്ല, അവൾ നിൻ്റെ അടുത്ത് ഓവർ സ്വാതന്ത്ര്യം എടുക്കുന്നത് രേവതിക്ക് സങ്കടം ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. രേവതി എൻ്റെ മോൾ, അവളുടെ സന്തോഷം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആമി ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ആമി നിന്നോട് കാണിക്കുന്ന ഓരോ അമിത സ്വാതന്ത്ര്യം കുറച്ച് ഓവറാണ്. അതുകൊണ്ട് അവളെ പറഞ്ഞു വിടണം. അച്ഛൻ തന്നെ പറഞ്ഞു വിട്ടാൽ മതി പറയണം. ഓക്കെ എന്ന് പറയണം. അപ്പോൾ രവീന്ദ്രൻ അത് കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞിട്ട് രേവതി ഉറങ്ങുമ്പോൾ പെട്ടെന്ന് സച്ചി എന്നെ പിടിക്കല്ലേ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആമി കിടന്നിട്ട് സ്വപ്നത്തിൽ പറയുന്നത് രേവതി കേട്ടിട്ട് കണ്ണോർക്കണം. നോക്കുമ്പോൾ സച്ചി എന്നെ വീടല്ലേടാ, ഞാൻ വീടാ, സച്ചി എന്നെ മുറുക്ക പിടിക്കടാ, സച്ചി പ്ലീസ് പിടിക്കടാ പറയുമ്പോൾ ആമീനെ തല്ലിയിട്ട് ഉണർത്താണ് രേവതി. എന്തിനാ രേവതി നീ എന്നെ അടിച്ചു ചോദിക്കുമ്പോൾ ഉറക്കത്തിൽ വിച്ചുമയും പറയണ്ടായിരുന്നു, അത് കാരണം ഉണർത്തിയെന്ന് പറയാണ് രേവതി. അപ്പോൾ ആമി ആമിയോട് ചോദിക്കുക എന്ത് സ്വപ്നം കണ്ടേ? അപ്പം ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് വീഴാൻ പോവുമായിരുന്നു, വെള്ളത്തിലേക്ക് പോകും. ഞങ്ങളുടെ നാട്ടിലൊരു പാലുണ്ട്, പാലത്തിൽ കിടക്കുമ്പോൾ വെള്ളത്തേക്ക് വീഴാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് ആ ആളോട് ഞാൻ പിടിക്കാൻ വന്നതാണ്. അപ്പോൾ ആളെന്നെ വെള്ളത്തിൽ വീഴാണ്ട് പിടിച്ചിട്ട് എന്നെ അക്കരെ എത്തിച്ചു എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതി ചോദിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് സച്ചി എന്നല്ല. അതെങ്ങനെ രേവതിക്ക് മനസ്സിലായി? സച്ചി എന്നെ പിടിക്കടാ, സച്ചി എന്നെ വിടല്ലേടാ, എൻ്റെ കൈ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ആമി ഇവിടെ ശരി, അവനാണ് എന്നെ കെയർ ചെയ്തത്, എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് എന്നെ വിട്ടിട്ടൊരു കളി അവൻ ഉണ്ടായിരുന്നില്ല. അവൻ എന്തുണ്ടെങ്കിലും എൻ്റെ രക്ഷകനായിട്ട് അവൻ എത്തുമായിരുന്നു. അത് പണ്ട് കുട്ടിക്കാലത്തല്ലേ, ഇപ്പം ഉണ്ടാവണമെന്ന് ഉറപ്പുണ്ടോ? അന്ന് ഞാൻ വീഴാൻ പോയപ്പോൾ രേവതി കണ്ടതല്ലേ സച്ചി എന്നെ പിടിച്ചത്. അവൻ എന്നെ ഒരു പ്രത്യേക കെയറിങ്ങാണ്, അവൻ എനിക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തന്നെ തീർത്തുണ്ട് എന്നൊക്കെ പറയാണ് ആമി. അത് അപ്പോഴല്ലേ, എപ്പോഴും അങ്ങനെ ആവുമെന്ന് വിചാരിക്കേണ്ട കുട്ടി പറയണ രേവതി. നോക്കാം, ഇനിയും ഞാൻ വീഴാണെങ്കിൽ അവൻ പിടിക്കും. ബെറ്റിനുണ്ട്, ആ ബെറ്റ് വെക്കാണ് രണ്ടുപേരും കൂടിയിട്ട്. അപ്പോൾ പറയും ആമി പറയും, അവൻ എന്നെ പിടിച്ച 1000 രൂപ ഞാൻ രേവതിക്ക് തരും, അവൻ എന്നെ പിടിച്ചില്ലെങ്കിൽ രേവതി 1000 രൂപ എനിക്ക് തരണം പറയും. ശരി പറയും. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കണം. അപ്പോൾ രവീന്ദ്രൻ ഇരിക്കേണ്ട. രവീന്ദ്രൻ പറയുന്നത് ആമീനെ രേവതിനെ വിളിക്കും മോളെ പറയേണ്ടത്. അപ്പോൾ അവർ വരും പറയണം സച്ചി. അത് കഴിഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെയും മുഖം വലിയ തെളിച്ചൊന്നുമില്ല. അപ്പോഴൊക്കെ എന്താണ് നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കണം, എന്തെങ്കിലും പ്രശ്നം വയ്ക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ, ജീവിക്കാനുള്ള പാടുപെടാണ്, കരയിൽ കിടന്നിട്ട് എന്നൊക്കെ പറയണം. അത് അറിഞ്ഞാൽ നീ നന്നായി, അങ്ങനെ മനസ്സിലാക്കിയിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാമെന്ന് പറയണം. പക്ഷേ ശ്രുതിയുടെ മനസ്സിൽ മുഴുവൻ ആമി നീലിമയുടെ ആളാണെന്നുള്ള ടെൻഷനാണെന്ന് നമുക്കെല്ലാം അറിയില്ലോ. അപ്പോൾ ഇല്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയാണ് ശ്രുതി. അങ്ങനെ ശ്രുതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമി രേവതിയും കൂടി കടന്നു വരുന്ന സമയത്ത് രേവതി ആമിയോട് പറയുന്നുണ്ട്, നോക്കാട്ടോ ബെറ്റ് തുടങ്ങാൻ പോവാണ്, നീ നോക്കിക്കോ, 1000 രൂപ എടുത്തു വെച്ചാൽ രേവതി പറയാണ് ആമി രേവതിയോട്. അപ്പോൾ രേവതി പറയാം, ആ ശരി നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇവരുടെ സംസാരം സച്ചി ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട, എന്തോ ഉടായ്പുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി. അപ്പോൾ സച്ചി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പെട്ടെന്ന് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് പറയുന്നുണ്ട്, അപ്പോൾ വേറെ ആരും അത് ശ്രദ്ധിക്കണില്ല, ഇവരിങ്ങനെ സ്വകാര്യമായിട്ടാണ് പറയണത്, നോക്കിക്കോ കാത്തു നിൽക്കാട്ടോ, 1000 രൂപ എടുത്ത് വെച്ചോ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം പറയണത് വേറെ ആരും ശ്രദ്ധിക്കില്ല. ഇവിടെ സച്ചിക്ക് എന്തോ സംശയമുണ്ട്. അങ്ങനെ ആ ഒരു എപ്പിസോഡിലാണ് ഇന്നത്തെ എപ്പിസോഡ്, ആ ഒരു ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ കൂട്ടുകാരോട് ഞാൻ പറയാം, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ കമൻസ് ഒന്നും ഇടണില്ല, എനിക്കൊന്ന് കമൻസും കൂടി ഇടണേ, എങ്ങനെയുണ്ട് കൊള്ളാമോ എന്നൊന്ന് കമൻസ് ഇടണേ. നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് എൻ്റെ വിജയം.